എല്ലാവർക്കും ഹായ്. ഇന്ന് പൊന്മാൻ കണ്ടു. ബേസിൽ ജോസഫ്, സജിൻ ഗോപു എന്നിവർ അഭിനയിച്ച പൊന്മാന്റെ ട്രെയിലറൊക്കെ കുറെ നാൾ മുമ്പ് വന്നിരുന്നു. അപ്പോൾ അത് കണ്ട് നല്ല ഒരു താല്പര്യം തോന്നി. എന്തോ ഒരു വ്യത്യസ്തതയുള്ള ഒരു സിനിമയാണെന്ന് തോന്നി. ബേസിൽ ജോസഫിന്റെ പടങ്ങൾ കണ്ട് മടുത്തതാണ്. എങ്കിലും ഈ സിനിമയോട് ഒരു പ്രത്യേക ഒരു താല്പര്യം തോന്നി. അങ്ങനെ കണ്ടു. സിനിമ വന്നിട്ട് ഒരു 2 ദിവസമായി. ഇന്ന് 3-ാമത്തെ ദിവസമാണ്. ആദ്യത്തെ ദിവസം കാണാൻ കഴിഞ്ഞില്ല. അപ്പോ കണ്ടു. എന്റെ അഭിപ്രായത്തിൽ എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ട ഒരു സിനിമ. 2025 തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2ാമത്തെ സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. രേഖാചിത്രം കഴിഞ്ഞ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മലയാള സിനിമകൾ 2ാമത്തെ സിനിമയായിട്ട് ഈ സിനിമയെ പറയാം. ഒരു ഉഗ്രൻ എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ നെഗറ്റീവ്സ് ഒന്നും എടുത്ത് പറയാനില്ല. ഞാൻ തുടക്കം മുതൽ ഒടുക്കം വരെ 2 മണിക്കൂർ തുടക്കം മുതൽ ഒടുക്കം വരെ വളരെ ഇൻട്രസ്റ്റോടെ നല്ല ഒരു ഫീൽ ത്രില്ലടിച്ചിരുന്ന് കണ്ടു. ഒരു സ്ക്രിപ്റ്റിന്റെ കാര്യത്തിലായാലും ഡയറക്ഷന്റെ കാര്യത്തിലായാലും സിനിമ പോകുന്ന ആ ഒരു പോക്കില് ഒരൊറ്റ ഭാഗത്തും സിനിമ ഡൗൺ ആകാതെ കൊണ്ടുപോയിട്ടുണ്ട്. ഒരു മഹേഷിന്റെ പ്രതികാരമൊക്കെ കണ്ട ഒരു ഫീലായിരുന്നു. മൊത്തത്തിൽ കഥയുമായിട്ട് അങ്ങനെ വലിയ ബന്ധമൊന്നുമില്ല. എങ്കിലും എന്തോ ആ സിനിമയുടെ ഒരു സ്റ്റൈലായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് ഫീൽ ചെയ്തു. പിന്നെ അഭിനേതാക്കൾ നമ്മളെ സജിൻ ഗോപു, നമ്മുടെ അമ്പാൻ, നമ്മളെ ആവേശത്തിലെ കിടിലം ജിം വില്ലൻ, നമ്മളെ അസിസ്റ്റന്റ് അമ്പാൻ, ശ്രദ്ധിക്കേണ്ട അമ്പാനെ, ആ ഒരു അമ്പാൻ പുള്ളിക്കാരന്റെ റോൾ ഇതിൽ കിടുവാണ്. അതിൽ കണ്ടൊരു വ്യക്തിയല്ല ഇതില് പുള്ളിക്കാരനെ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ടെറർ എഫക്റ്റ് ആണ്. കാണുമ്പോൾ തന്നെ പേടിയാകുന്ന രീതിയിലുള്ള ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു വില്ലൻ പോലത്തെ ഒരു ക്യാരക്ടറാണ്. പിന്നെ നമ്മളെ ബേസിൽ ജോസഫ്, പുള്ളിക്കാരനെ ശരിക്കും ഞാൻ കണ്ടു മടുത്തതാണ്. അഭിനയത്തിൽ ഏറ്റവും മികച്ച സംവിധായകൻ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളെ സംവിധാനത്തിൽ ഏറ്റവും മികച്ച സിനിമ നമ്മളെ മിന്നൽ മുരളിയാണെങ്കിൽ അഭിനയത്തിൽ പുള്ളിക്കാരൻ മടുപ്പിച്ചു വരികയാണ്. ഞാൻ ഏറ്റവും അവസാനം പ്രാവിൻകൂടി ഷോപ്പ് കണ്ടു. അതുകൊണ്ട് അതിലെ അഭിനയം എന്നെ പൂർണ്ണമായും അദ്ദേഹത്തിനെ വെറുപ്പിച്ചു തള്ളി. അങ്ങനത്തെ ഒരു പെർഫോമൻസ് ആണ്. അഭിനയത്തിന്റെ കാര്യത്തിൽ പുള്ളിക്കാരൻ വളരെ താഴോട്ടായിരുന്നു. പക്ഷേ ഈ സിനിമയിൽ എനിക്ക് പുള്ളിക്കാരന്റെ ആ ഒരു പെർഫോമൻസും ആ ഒരു ക്യാരക്ടറിന്റെ പവറും ആ ഒരു പഞ്ചും എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഭയങ്കര ആ സിനിമയുടെ ഫുൾ എനർജി ഇരിക്കുന്നത് ഈ ഒരൊറ്റ വ്യക്തിയുടെ കയ്യിലാണ്. അപ്പൊ പുള്ളിക്കാരനെ കുറച്ച് വെറൈറ്റി കാര്യങ്ങളൊക്കെ പറ്റും എന്ന് തോന്നി. എന്തോ ഈ സിനിമയിൽ പുള്ളിക്കാരൻ അങ്ങനെ ഒരു പവർഫുൾ ആയിട്ടുള്ള ആൾ, ഇത്രയേ ഉള്ളൂങ്കിലും പവർഫുൾ ആയിട്ടുള്ള ഒരു റോള് കൈകാര്യം ചെയ്തിട്ടുണ്ട്. എനിക്ക് സിനിമയുടെ ആ ഒരു, ഞാൻ പറഞ്ഞല്ലോ, നട്ടല് എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അങ്ങനെ നോക്കിയാൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ പൊട്ടുവൊന്നും പറയുന്നില്ല. ഞാൻ ഇതുവരെ കാണാത്ത ബേസിലിന്റെ വേണമെങ്കിൽ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ സംവിധാനം ജ്യോതിഷ് ശങ്കർ എന്ന് പറയുന്ന ആളാണ്. പിന്നെ ഇന്ദുഗോപനും ജസ്റ്റിൻ മാത്യു എന്ന് പറയുന്ന ആ 2 പേരും ചേർന്നാണ് തിരക്കഥ ഇരിക്കുന്നത്. സംവിധാനത്തിലും തിരക്കഥയിലും ഒന്നും യാതൊരു കുറ്റവും എനിക്ക് പറയാനില്ല. കറക്റ്റ് ഒരു സിനിമാറ്റിക് സാധനം, കറക്റ്റ് ഒരു പൂർണ്ണ തൃപ്തി തരുന്ന ചെറിയ സ്മോൾ സ്കെയിൽ ഫിലിമാണ്. ചെറിയ രീതിയിലെടുത്ത ഒരു വലിയൊരു ഗ്രാൻഡ് പടമൊന്നുമല്ല, കൊച്ചുപടം. പക്ഷെ ഫാമിലിക്കും കുട്ടികൾക്കും ഫാമിലിക്കും എല്ലാ പ്രായക്കാർക്കും നല്ല രീതിയിൽ തിയേറ്ററിൽ പോയി വളരെ ഡീസന്റ് ആയിട്ട് കാണാൻ പറ്റിയ ഒരു നല്ലൊരു എക്സ്പീരിയൻസ്, ഒരു ബെസ്റ്റ് എന്ന് തന്നെ പറയാം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ആ സിനിമയിൽ ഞാൻ നെഗറ്റീവ്സ് ഒന്നും പറയുന്നില്ല. മ്യൂസിക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. 2 പാട്ടുകളുണ്ട്. ഇത്തിരി കോമിക് ടച്ചിലൊക്കെ ഉള്ള പാട്ടുകളാണ്. എങ്കിലും നല്ല രസകരമായി തോന്നി. നല്ല തുടക്കത്തിലെ പാട്ട് നല്ല കൊല്ലത്തിനെ പറ്റിയുള്ള ഒരു പാട്ടാണ്. കൊല്ലം ജില്ല, നമ്മളെ മഹേഷിന്റെ പ്രതികാരത്തിൽ ഇടുക്കിയെ പറ്റി പറയുന്ന പോലെ ഇതിൽ കൊല്ലം ജില്ലയെ പറ്റിയുള്ള ഒരു പാട്ടാണ്. അത് നല്ല രസമുണ്ട്. പിന്നെ കല്യാണ സമയത്തുള്ള ഒരു പാട്ട്, അതെല്ലാം എനിക്ക് നല്ല രസകരമായി തോന്നി. പിന്നെ BGM, ഈ ആക്ഷൻ പോലുള്ള സീനുകളിലായാലും ഇന്റൻസ് BGM ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. നല്ല ഒരു എഫക്റ്റ് ആണ് ആ BGMന്റെ ഒക്കെ ഒരു പവർ. എല്ലാ തരത്തിലും ഒരു നല്ല തൃപ്തി, എനിക്ക് ഒരു പൂർണ്ണ തൃപ്തി തന്ന ഒരു നല്ലൊരു ചെറിയ സിനിമ. അതാണ് പൊന്മാൻ എന്നുള്ള പേരിനും അതിന്റെ അർത്ഥമുണ്ട്. പിന്നെ നമ്മൾ ട്രെയിലറിൽ കാണുന്ന രീതിയിലുള്ള കഥയൊന്നുമല്ല. ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. ഒരു സീക്വൻസ് സ്റ്റോറിയാണ്. ഏതാണ്ട് ഒരു 7 ദിവസം 10 ദിവസത്തിനകത്ത് കണ്ടിന്യൂസ് ആയിട്ട് നടന്നു വരുന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ്. എന്തായാലും കലക്കി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പൂർണ്ണ തൃപ്തി തന്ന ഒരു ചെറിയൊരു സിനിമ. തീർച്ചയായും ഫാമിലി ആയിട്ട് പോയി എല്ലാവർക്കും കാണാൻ പറ്റിയ ഒരു കിടുകിടിലം സിനിമ തന്നെയാണ് പൊന്മാൻ. ഒരു തരത്തിലും നിങ്ങൾക്ക് നിരാശ തോന്നില്ല. അതിന്റെ ക്ലൈമാക്സ് ഭാഗമായാലും തുടക്കത്തിൽ കഥ ബിൽഡ് ചെയ്ത് വരുന്നതും പിന്നെ അതിന്റെ ക്ലൈമാക്സും ഇന്റർവെല്ലും എല്ലാം പെർഫെക്റ്റ് ആണ്. കണ്ടിറങ്ങി വരുമ്പോൾ നല്ല ഒരു തൃപ്തിയോടുകൂടി ഇറങ്ങി വരാൻ പറ്റുന്ന ഒരു ഫാമിലി എന്റർടൈനറാണ് പൊന്മാൻ.